നമസ്കാരം. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം കാഴ്ചവെക്കാൻ പോകുന്ന മണ്ഡലമാണ് കൊല്ലം. ചരിത്രമുറങ്ങുന്ന കൊല്ലത്ത് മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അടിയൊഴുക്കുകളാണ് കാണാൻ പോകുന്നത്. RSPയുടെ മുന്നണി മാറ്റത്തെ തുടർന്ന് NK പ്രേമചന്ദ്രൻ 2014 കൊല്ലത്ത് സ്ഥാനാർത്ഥിയായതു മുതൽ ഇടതുപക്ഷത്തിൻ്റെ നോട്ടപ്പുള്ളിയാണ് NK പ്രേമചന്ദ്രൻ. ഇത്തവണ പ്രേമചന്ദ്രനെ നേരിടാനിറങ്ങുന്നത് കൊല്ലം MLAയും CPM നേതാവും സിനിമാ നടൻ കൂടിയായ M മുകേഷാണ്. യഥാർത്ഥത്തിൽ കൊല്ലത്ത് ഇന്ദ്രനും ചന്ദ്രനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് നടക്കാൻ പോകുന്നത്. ഈ വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും മുതിർന്ന 2 മാധ്യമപ്രവർത്തകരാണ്. ശ്രീ C. വിമൽകുമാർ, ശ്രീ P. ജയചന്ദ്രൻ. നമ്മൾ ഈ കൊല്ലത്തെ മത്സരത്തെ, ഇനി വരാൻ പോകുന്ന മത്സരത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ മുകേഷോട് വന്ന സ്ഥിതിക്ക് അല്ല, ഇത് ഈ വരാൻ പോകുന്ന മത്സരം എന്ന് പറയുന്നത് കൊല്ലത്ത് മുൻപും എല്ലാം വളരെ തീവ്രമായ മത്സരം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇത്തവണയും അതിൽ നിന്ന് വ്യത്യാസപ്പെടുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ CPMനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു മണ്ഡലം കൊല്ലമായിരിക്കും. കാരണം പ്രേമചന്ദ്രനെ ഏത് രീതിയിലും പരാജയപ്പെടുത്തുക എന്നതാണ് അവരുടെ ഒരു എന്താ പറയുക, ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന് ഇത്തവണയും മാറ്റമൊന്നുമില്ല. ഇത്തവണ അവർ എനിക്ക് തോന്നുന്നത് ഒരു സിനിമാ നടൻ എന്നതിലുപരി മുകേഷിനെ നമ്മൾ കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. LDFൻ്റെ വളരെ ശക്തനായ ഒരു കാൻഡിഡേറ്റ് തന്നെ ആയിരിക്കും മുകേഷ് എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം മുകേഷിനെ ഈ മണ്ഡലത്തിൽ ഒരു പുതുമുഖം എന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ലോകത്തുള്ള എല്ലാവർക്കും അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. സിനിമാ നടനാണ്. അതുപോലെ ഇപ്പോൾ കൊല്ലത്ത് 2 ടേമായിട്ട് MLA ആയിട്ടിരിക്കുന്നു. അങ്ങനെ പല രീതിയിലും അദ്ദേഹം അറിയപ്പെടുന്നതാണ്. അതുകൊണ്ട് ശക്തമായ ഒരു മത്സരം തന്നെ ഇത്തവണ നടക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഒരു സ്ഥാനാർത്ഥിയും അതുകൊണ്ട് കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. പ്രേമചന്ദ്രന് ഈസി വാക്ക് ഓവർ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ഇനി പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് വരെയുള്ള നമ്മൾ ചർച്ചകളിലും പറഞ്ഞതാണ് പ്രേമചന്ദ്രൻ ഇത്തവണയും വലിയ ബുദ്ധിമുട്ടില്ലാതെ പാസ്സാകും. അതായത് ഒരു 3ാം തവണ ഒരു ഹാട്രിക് വിജയം എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് 3ാം വിജയമാണ്. അദ്ദേഹം 5ാം തവണയാണ് ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് 3ാം തവണയും അദ്ദേഹം MP ആവും എന്നുള്ള രീതിയിലായിരുന്നു ഇതുവരെയുള്ള കാഴ്ചപ്പാട്. പക്ഷേ ഇപ്പോൾ മുകേഷിനെ കൂടി CPM സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിലും അദ്ദേഹം തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. സംസ്ഥാന കമ്മിറ്റിയുടെ പ്രഖ്യാപനം വരേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ കൊല്ലത്തെ അടുത്ത മത്സരം എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും കുറച്ച് കാണേണ്ട ഒരു കാര്യമില്ല. വളരെ ശക്തമായ ഒരു മത്സരം തന്നെയായിരിക്കും കൊല്ലം കാഴ്ചവെക്കാൻ പോകുന്നത്. ഈ സ്വാഭാവികമായിട്ടും എതിർഭാഗത്ത് CPM ആയതുകൊണ്ട് ശക്തമായ മത്സരം തന്നെ ആയിരിക്കും എന്ന് നമുക്ക് വിലയിരുത്താം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അത്രയും ശക്തമായൊരു മത്സരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ ബാലഗോപാൽ SFI കൂടെയും DYFIയിലും കൂടെയൊക്കെ വന്ന് അവരെ ചെറുപ്പക്കാരിടയ്ക്കും മറ്റും ഒരു ഹരവായി മാറിയ ഒരു നേതാവായിരുന്നു. മുകേഷ് അതല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, മുകേഷ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് തന്നെ വളരെ പാടുപെട്ട് ഈ ബിന്ദു കൃഷ്ണ അസംബ്ലി മണ്ഡലത്തിൽ മാത്രം, അതും കോൺഗ്രസ്സുകാർ കാൽവാരിയന്റെ പേര് മാത്രമാണ്. അപ്പൊ അത്രയും ഒരു ഈസി ആയിട്ട് ഉള്ളൊരു വിജയം സാധ്യത പൂർണ്ണമായിട്ടും മുകേഷിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു ചർച്ചയ്ക്കകത്ത് പറഞ്ഞതുപോലെ ഇവിടെ ഈ കഴിഞ്ഞ പ്രാവശ്യം പ്രേമേന്ദ്രന് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം കിട്ടാൻ, പ്രേമേന്ദ്രന് മാത്രമല്ല കേരളത്തിൽ 19 സീറ്റ് UDFന് കിട്ടാൻ പ്രധാന കാരണം ഈ പൗരത്വ ഭേദഗതി ബില്ലിനകത്തുള്ളൊരു പ്രശ്നമായിരുന്നു. ആ ബില്ല് വന്നപ്പം കോൺഗ്രസ് ഒരു അഴകുഴമ്പൻ നയം സ്വീകരിച്ചപ്പോഴേ ഇടതുപക്ഷം പ്രത്യേകിച്ചും CPM ഈ സംസ്ഥാനത്ത് ഞാനത് നടപ്പാക്കത്തില്ല എന്ന് പറയാനുള്ള ആർജവം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കാണിച്ച് അത് ന്യൂനപക്ഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ തന്നെയും മറ്റൊരു കാര്യം കൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അതായത് സെൻട്രലിൽ, അതായത് കേന്ദ്രത്തിൽ ഒരു BJP ഇതര കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ മാത്രമേ പ്രയോജനം ഉണ്ടാവും. പക്ഷെ ഇത്തവണ ആ ഒരു സിറ്റുവേഷൻ മാറി. ഇപ്പോൾ ഏതാണ്ട് കേന്ദ്രത്തിൽ ഇനി കോൺഗ്രസ് ഭരണത്തിൽ വരില്ലെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുകയില്ല, ഈ ടേം പ്രധാനമന്ത്രി ആവത്തില്ല എന്നും ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു.
അപ്പൊ അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന നമ്മളെ ഇലക്ഷനിൽ ഏത് രീതിയിൽ അതെ. വോട്ടിംഗ് കഴിഞ്ഞ ഇലക്ഷന്റെ അവതരിപ്പിച്ചുകൊണ്ട് ഇപ്പൊ ഒരു പ്രവചിക്കാൻ അതാ പറഞ്ഞത്. സർക്കാരിനെതിരായ ഒരു അതുണ്ട്, സർക്കാരിനെതിരായ വികാരം ഭയങ്കരമായിട്ടുണ്ട്, എന്നാലും ഭരണവിരുദ്ധ വികാരം. പക്ഷെ അത് ഒരു മുഴുവൻ തലത്തിൽ പ്രാവർത്തികമാകും. അതെ, അത് ലോക്സഭ ആയതുകൊണ്ടാണുള്ള പ്രശ്നം. അതാ ഒരു വ്യത്യാസം. അസംബ്ലി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ അത് വർക്ക്ഔട്ട് ചെയ്തേനെ ഈ ഭരണവിരുദ്ധ വികാരം. നമ്മുടെ കേരളത്തിലെ സാധാരണഗതിയിൽ എല്ലാ കാലത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിനെയും ജനങ്ങൾ രണ്ടായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അത് കേരളത്തില് കഴിഞ്ഞ തവണ നമുക്ക് ശബരിമല വിഷയം ഉണ്ടായിരുന്നു, പിന്നെ രാഹുൽ ഗാന്ധിയുടെ വിഷയം ഉണ്ടായിരുന്നു, പ്രധാനമന്ത്രിയാകും എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. ഇത്തവണ അതുമില്ല. അയോധ്യ ഉണ്ടെങ്കിൽ പോലും അത് നമ്മുടെ കേരളത്തിൽ അത് വലിയ ചെയ്യത്തില്ല. പക്ഷേ കൊല്ലം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ നമുക്ക് പറയാവുന്ന മറ്റ് ബാക്കി 19 മണ്ഡലങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് പറയാമെന്നുണ്ടെങ്കിൽ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വിജയമായിരിക്കും കൊല്ലത്ത് സംഭവിക്കാൻ പോകുന്നത്. ഇടതുമുന്നണിയും പ്രേമേന്ദ്രനും തീർച്ചയായിട്ടും. പിന്നെ വേറെ രീതി പറയാമെന്നുണ്ടെങ്കിൽ പിണറായി വിജയനും പ്രേമേന്ദ്രൻ, അങ്ങനെയും പറയാം. ഇവിടെ സംഘടനാ സംവിധാനം നോക്കുമ്പോഴേ ഇടതുമുന്നണിയെ സംബന്ധിച്ച് സംഘടനാ സംവിധാനമുണ്ട്, സമ്പത്തുണ്ട്, അധികാരമുണ്ട്, എല്ലാ സംവിധാനവും. പിന്നെ അതിനപ്പുറം എതിർവശത്ത് പ്രേമേന്ദ്രൻ എന്ന ഒരു നേതാവിന്റെ സ്വീകാര്യതയെ മുൻനിർത്തിയാണ് UDF മുന്നോട്ട് കൊണ്ടുവന്നത്. കാരണം സംഘടനാ സംവിധാനം തീരെ ഒന്നുമില്ല. അപ്പൊ അവിടെ ഇടതുമുന്നണിയും പ്രേമേന്ദ്രനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്കാണ്. പ്രേമേന്ദ്രൻ ശരിക്കും പറഞ്ഞാല് ഒറ്റയ്ക്കാണ് അദ്ദേഹം പൊരുതുന്നത്. കോൺഗ്രസ്സുകാരാണല്ലോ വോട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഒരു മണ്ഡലത്തിന്റെ ഒരു ഭൂമിശാസ്ത്രവും ഘടനയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന എല്ലാ അസംബ്ലി മണ്ഡലങ്ങളും ഏകദേശം ഇടതുവശത്തിന്റെ കോട്ടയാണ്. ഇപ്പൊ ചടയമംഗലം എടുത്താലും പുനലൂർ എടുത്താലും കൊല്ലം എടുത്താലും അതേപോലെ ചാത്തന്നൂർ, കുണ്ടറ, ഇതെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടതുവശത്തിന്റെ വ്യക്തമായ മേൽക്കൊമ്പ ഇപ്പോഴേ നിലവില് ഈ മണ്ഡലങ്ങളെല്ലാം LDFന്റെ കയ്യിലിരിക്കുകയാണ്. അതേപോലെ നേരത്തെ പറഞ്ഞതാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെയും അസംബ്ലി തെരഞ്ഞെടുപ്പിനെയും രണ്ടായിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പാട് ഇനിയും ജനങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പ്രേമേന്ദ്രൻ അല്ല ഇത്തവണ അതൊരു കൺഫ്യൂഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്തവണ ജനങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ അധികാരത്തിൽ വരത്തില്ല. പിന്നെ ഇവിടുത്തെ CPM വിജയിപ്പിച്ച് കിട്ടാൽ അവർ പോയിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വോട്ടർമാർക്ക് ഇങ്ങനെ ഒരു ഡിലമയിൽ നിൽക്കുകയാണ്. കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടും കാര്യമില്ല, CPM വോട്ട് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ പിന്നെ ആർക്ക് ചെയ്യും എന്നൊരു BJPക്ക് എന്തായാലും ഒരു ഓപ്ഷൻ അവിടെ വരുന്നില്ല. ഈ ഇടത് വലത് മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന ഒരു കാലത്തും BJP വോട്ട് ചെയ്യുന്നു നമുക്ക് കരുതാം. അതെ, ഇന്ത്യ സഖ്യം തന്നെ പോയി കഴിഞ്ഞു. ഇതിപ്പോൾ അയാൾക്ക് ഈ പ്രേമചന്ദ്രന് കിട്ടാമെന്ന് വെച്ചാൽ പിന്നെ ഒരു നല്ലൊരു ശതമാനവും ഈ UDFന്റെ എന്നുള്ളതിനെ കവിഞ്ഞിട്ട് വ്യക്തിപരമായ LDFൽ നിന്ന് തന്നെ ചിലപ്പോൾ വോട്ട് ഇതിനിടയ്ക്ക് പറയുമ്പോഴും നമ്മൾ ഇതിനിടയ്ക്ക് 2 വട്ടം MLA ആയി മുകേഷിനെ സംബന്ധിച്ച് മുകേഷ് സ്ഥാനാർത്ഥിയാകാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് തന്നെ CPMലെ കൊല്ലം നിയോജകമണ്ഡലത്തിൽ CPMലെ ചില പടലപ്പിണക്കങ്ങളും ഒരുപാട് ഭൈമീ കാമുകന്മാർ ഇതിനു വേണ്ടി രംഗത്ത് വന്നതുമാണ് മുകേഷിന്റെ രംഗപ്രവേശനത്തിന് കാരണവും. പിന്നെ മുകേഷിനെതിരായിട്ട് ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ വരികയും ചെയ്തെങ്കിലും UDFിലെ വോട്ടുകൾ കോൺഗ്രസിലെ വോട്ടുകൾ മുകേഷിന് വീണതാണ് മുകേഷ് വിജയിക്കാൻ കാരണം. പക്ഷെ എങ്കിൽ പോലും ഈ കൊല്ലം പിന്നെ ഇരവിപുരം മണ്ഡലങ്ങൾക്കപ്പുറം മുകേഷിന് ഈ കൊല്ലത്തെ ഈ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബാധിക്കാൻ സാധ്യതയില്ലല്ലോ. ഇല്ല, കൊല്ലത്തുള്ള നെഗറ്റീവായിട്ടുള്ളത് മറ്റുള്ള ഇപ്പം അപ്പുറത്തെ ഇപ്പം ഇരവിപുരം അല്ലെങ്കിൽ കുറച്ചും കൂടെ അപ്പുറത്ത് ചടയമംഗലം, ചാത്തന്നൂർ, ഈ മണ്ഡലങ്ങളിലൊന്നും ഒരു നെഗറ്റീവ് പറയാനില്ല. പിന്നെ ഈ സ്ഥാനാർത്ഥികളെ തമ്മിൽ തുലനം ചെയ്യുമ്പോഴുള്ള ഒരു മുൻതൂക്കം പറയാനുണ്ട്. പിന്നെ ഈ നമ്മുടെ ഈ ഒരുപാട് കൊല്ലം പാർലമെന്റ് സീറ്റിന്റെ ഒരു ഇന്നേവരുള്ള ഒരു ചരിത്രം നോക്കുന്ന ഉടനെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുന്ന ഒരു സാമുദായികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ കണ്ടില്ലാന്നറിയിക്കാൻ പറ്റത്തില്ല. ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് ഇന്നേ തീയതി വരെ ഒരു നായർക്കപ്പുറത്തുള്ള ഒരു സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല. അതേ സമയത്ത് കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ ഒരു നായർ ജയിച്ചിട്ടുമില്ല. ആ ഒരു വ്യത്യാസം 89 ബാബുദുകാരൻ്റെ കൂടെ സ്ഥാനാർത്ഥിയായപ്പോഴും തിരിച്ചാണ് സംഭവിച്ചത്. അദ്ദേഹം വിജയിക്കാൻ പറ്റില്ല. എന്നാൽ പോലും ഇത്തവണ ഈ 11 വിപരീതമായി കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ജാതീയപരമായ ഒരു ഏകീകരണം ഒരു 10-15% വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം ഈ 2 വിഭാഗങ്ങളിലും
NSS വിഭാഗങ്ങളിലും SNDP വിഭാഗങ്ങളിലും ഈ ഒരു ക്രോസ് വോട്ടിംഗ് ചെറിയ തരത്തിലെങ്കിലും വന്നുകൂടായികയില്ല. അങ്ങനെയും ചില അടിത്തട്ടുകളിൽ നിന്നുള്ള സംസാരങ്ങൾ വരുന്നുണ്ട്. സംഭവിച്ചുകൂടാന്നില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ MAVV മത്സരിച്ചപ്പോഴും ഉണ്ടായിരുന്നു, ചെറിയ തോതിലുണ്ടായിരുന്നു. MAVV 2014 മത്സരിച്ചപ്പോഴും അങ്ങനെയുള്ള ചെറിയ തോതിലുണ്ടായിരുന്നു. മാത്രമല്ല മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കൊല്ലം. കാരണം CPM പിന്നെ RSP ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ഡലം. എങ്ങനെങ്കിലും പ്രേമേന്ദ്രനെ തോപ്പിച്ച് മൂന്നാമത്തെ വട്ടമെങ്കിലും തോപ്പിക്കണം. അതിനുവേണ്ടി എന്ത് മാർഗവും CPM പ്രയോഗിക്കും. അപ്പോൾ അതിനനുസരിച്ച് രണ്ട് മുന്നണികളിലും ഇതൊരു ജാതീയപരമായ ചെറിയ ഒരു ക്രോസ് വോട്ടിംഗ് ഉണ്ടാകാൻ. അല്ലാതെ അവരിപ്പം ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രേമചന്ദ്രനെ ഇപ്പോൾ തോൽപ്പിക്കാൻ അവർ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേമചന്ദ്രനെ ഒരു സംഖ്യയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ബേസ് ചെയ്തായിരിക്കും. പക്ഷെ അത് എത്രത്തോളം വിലപ്പോകുമെന്നുള്ളത് കണ്ടറിയണം. കാര്യം അയാളെ പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വർഗീയതയുടെ ഒരു ഇതിനകത്ത് തളച്ചിടാൻ പറ്റുന്ന ഒരു പ്രവർത്തനമല്ല പുള്ളിക്കുള്ളത്. വികസനത്തിന് ഉദാഹരണത്തിന് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ തന്നെ എടുത്ത് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു എന്തോന്നാണ്. അതേ സമയത്ത് നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന മുകേഷ് ഇപ്പം നമ്മൾ ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു MLAക്കുള്ള ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കുറച്ച് ബസ് സ്റ്റോപ്പുകൾ, ബസ് ഷെൽട്ടറുകൾ സ്ഥാപിച്ചോണെന്നുള്ളത് കഴിഞ്ഞിട്ട് മുകേഷിൻ്റെതായിട്ടുള്ള എന്ത് കോൺട്രിബ്യൂഷൻ ഉള്ളത്? ഗവൺമെന്റിന്റെയാണ്. മറ്റേതൊക്കെ മുകേഷിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മറ്റേത് സമുച്ചയമൊക്കെ സാധാരണ ഒരു സമുച്ചയമൊക്കെ എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു സംഭാവനയാണ്. MLAയുടെ ശ്രമഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേറെ MLAയുടെ ശ്രമഫലം ഇല്ലാത്തതിന്റെ പേരിൽ നടക്കാതെ പോകുന്ന വികസനങ്ങൾ ഇപ്പോഴും കൊല്ലത്ത് ഒരുപാടുണ്ട്. ഈ മുകേഷ് തന്നെ MLA ആവുന്നതിന് മുൻപ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. കണ്ണൂർ ഡീലക്സ് സിനിമയ്ക്കകത്ത് ഞാൻ കണ്ട കൊല്ലമാണ് ഇപ്പോഴും കൊല്ലം. അതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ ചോദിക്കുകയാണ്, 10 വർഷമായി 2 ടേമിൽ ഇയാൾ MLA ആയി. മുകേഷ് 8 വർഷമാകുമ്പോൾ മുകേഷ് MLA ആയിട്ട് കണ്ണൂർ ഡീലക്സിൻ്റെ അപ്പുറത്തോട്ട് വേറെ എന്തായി മുകേഷ് ഇവിടെ കാണേ? ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഇവിടെയൊക്കെ മുകേഷിൻ്റെ പേര് കുറച്ച് ബസ് ഷെൽട്ടറുണ്ട്. കൊള്ളാം, നല്ല. മാത്രമല്ല നമ്മുടെ ഈ മറ്റേ അഷ്ടമുടിക്കായലിന്റെ കുറുകെയുള്ള ഒരു പാലം ഉണ്ടല്ലോ, തോപ്പിൽക്കടവ് പാതി വഴിയിൽ നിൽക്കുകയാണ്. അത് തന്നെ ഒരു ചോദ്യചിഹ്നമാണ്. അത് ഒന്നും എങ്ങും എത്താതെ നിൽക്കുകയാണ്. അവർക്കൊരു ഐഡിയ ഇല്ല ഇത് എങ്ങനെ കൊണ്ട് അവസാനിപ്പിക്കണമെന്നുള്ളത്. അവർക്ക് തന്നെ KSRTC ബസ് സ്റ്റാൻഡ് KSRTCയുടെ മൊത്തവും ചിറകരിഞ്ഞുകൊണ്ട് കൊട്ടാരക്കരയ്ക്കും. ഇപ്പൊ KN ബാലഗോപാലാണ് കൊട്ടാരക്കരയിലുള്ള ജനപ്രതിനിധി, മന്ത്രി. അതുകൊണ്ട് ഇനി ഇവിടെ എന്തെങ്കിലും കിട്ടും. ഗണേശന്റെ റോളാണ് ഇപ്പൊ കൊട്ടാരക്കരയുടെ വികസനത്തിൽ ബാലഗോപാൽ കാണിക്കുന്നത്. അപ്പൊ ആ വികസനം അവിടെ എത്ര ഇപ്പൊ അടുത്ത മന്ത്രിയായിട്ട് വന്നിരിക്കുന്നവരാണ് ഗണേഷ് കുമാർ. അദ്ദേഹവും കൊല്ലത്തിനോടാണ് താല്പര്യം, അതോ കൊട്ടാരക്കരയോടാണ് താല്പര്യം? ഇതിപ്പോ മാത്രമല്ല, കൊല്ലം ബസ് സ്റ്റാൻഡിലായി അവിടുത്തെ പാളികളെല്ലാം അടന്നു ഏതെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. അതിൽ ആ ഗാരേജ് താഴോട്ട് വന്നിട്ട് ബസ് സ്റ്റാൻഡ് അങ്ങനെയൊക്കെയാണ് പ്രോജക്റ്റ് ഉള്ളത്. പക്ഷെ അതൊന്നും പ്രാവർത്തികമാകുന്നില്ല. അതാണ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെ അഷ്ടമുടി കായലിന്റെ തന്നെ വികസനം പറഞ്ഞിട്ട് പൊള്യൂഷൻ എപ്പോഴും കുറെ സിമ്പോസിയങ്ങൾ നടക്കും, കുറെ പൈസ അനുവദിച്ചു എന്ന് പറയും. ഇതൊന്നും എങ്ങും എത്തുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. നമ്മളെ കൊല്ലത്തെ കണക്കിലെടുക്കുമ്പോൾ പിന്നെ LDF UDF സ്ഥാനാർത്ഥികളെ, പക്ഷെ BJPയുടെ സ്ഥാനാർത്ഥികളെ ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. പക്ഷെ പറഞ്ഞു കേൾക്കുന്നത് ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാർ, പിന്നെ കുമ്മനം രാജശേഖരന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കഴിഞ്ഞ ദിവസം BB ഗോപകുമാറിനെ ഞാൻ ഒരു ചടങ്ങിൽ വെച്ച് കണ്ടപ്പോഴും അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇതുവരെ സ്ഥാനാർത്ഥി നിർണയം ഒന്നും ആയിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാലും BB ഗോപകുമാറാണ് സ്ഥാനാർത്ഥിയെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചാത്തന്നൂരിൽ 2ാം സ്ഥാനം വന്നു അസംബ്ലിയിൽ. പക്ഷെ അതുകൊണ്ട് കൊല്ലത്ത് കൂടുതലൊരു മെച്ചം ഉണ്ടാക്കാൻ കഴിയും. ചാത്തന്നൂരിൽ മാത്രം, സ്വന്തം മണ്ഡലത്തിൽ മാത്രം കുറച്ച് മുന്നേറ്റം. അത് മാത്രമല്ല, BJPയിലെ ഈ പടലപ്പിണക്കം എന്ന് പറയുന്നത് വളരെ പ്രധാന ഘടകമാണ്. കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ K സുരേന്ദ്രന്റെ പദയാത്ര വന്നു. ആ പദയാത്ര വന്നപ്പോൾ ആ പദയാത്രയോട് പോലും സംസ്ഥാന പ്രസിഡന്റാണ് എന്ന് ഓർക്കുക, അതിനോട് പോലും ഒരു വിഭാഗം സഹകരിക്കാതെ മാറി നിന്നു. അത് തീർച്ചയായിട്ടും BJPയുടെ ഏറ്റവും വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ പറയുന്ന സാമുദായികമായ ഈ ചേരിതിരിവാണ് BJPയിൽ ഇപ്പോഴും അവർ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനകത്ത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇതിനെ അപേക്ഷിച്ച് കുറവാണെന്ന് പറയാനേ പറ്റത്തുള്ളൂ. പക്ഷെ BJPയിൽ ഈ പരസ്യമായ തമ്മിലടി എന്ന് പറയുന്നത്, പിന്നെ ഈ പാർട്ടി എങ്ങനെ നന്നാവും? ഇപ്പൊ ഗോപകുമാർ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന വിഭാഗം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ?
ഈ പിന്നെ BJPക്ക് ഒരു സംസ്ഥാന തലത്തിലെ ഒരു നേതാവ് വന്ന് ഒരു ശക്തമായ ത്രികോണ മത്സരം നടത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? കൊല്ലത്താണോ? കൊല്ലത്തൊരു ത്രികോണം ആര് സംസ്ഥാന നേതാവ് ആരുണ്ട്? അല്ല, ആരെങ്കിലും കൊണ്ടുവന്നുകൊണ്ട് മത്സരം കുമ്മനം സംസ്ഥാന നേതാവാണെങ്കിൽ പോലും ഒരു ത്രികോണം ഈ പ്രേമചന്ദ്രനും ഈ മുകേഷും മത്സരിക്കുമ്പോൾ ഒരു ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് എത്രത്തോളം സാധ്യത കുറവാണ്. പ്രത്യേകിച്ചും കൊല്ലം പോലൊരു സ്ഥലത്ത് BJPക്ക് പേര് കുറവാണ്. ഇപ്പോഴേ ഈ പത്തനാപുരത്ത് ഗണേഷ് കുമാർ മത്സരിക്കുമ്പോൾ സിനിമാക്കാർ രംഗം കൊഴിപ്പിച്ചതുപോലെ, പിന്നെ ഇന്നസെന്റ് ചാലക്കുടി മത്സരത്തിൽ രംഗം കൊഴിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മുകേഷ് കൊല്ലം മണ്ഡലത്തിൽ സിനിമാക്കാരെ രംഗത്തിറക്കി രംഗം കൊഴിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ഇടതുപക്ഷം തന്നെ കണക്കൂട്ടുന്നത് ഒരു സിനിമാക്കാരനെ മുൻനിർത്തി കുറച്ച് പ്രേമേന്ദ്രനൊപ്പം എത്താനുള്ള ഒരു കഴിഞ്ഞു. മുകേഷ് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും കാണാനായിട്ട് കൗതുകത്തോടെ ഒരുപാട് പേര് കൂടുതൽ. കാരണം ഇദ്ദേഹത്തെ വളരെ ഫെമിലിയർ ആണ്. ഇപ്പം സിനിമയിൽ കൂടെ ആയാലും അല്ലെങ്കിൽ ലഡായി ബംഗ്ലാവ് പോലെയുള്ള ജനപ്രിയ പരിപാടികളിലൂടെ ആയാൽ തന്നെയും മുകേഷിനെ കാണാൻ ആള് തടിച്ചുവിടും. പക്ഷെ അതൊക്കെ വോട്ടായി മാറുമോ എന്നുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. പക്ഷെ അത് പ്രചരണങ്ങളിലേക്ക് നല്ല രീതിയിൽ ബാധിക്കും. അതെ, പ്രചരണം വരും. വളരെ നമ്മൾ പഴയ കാലത്തിനെ അപേക്ഷിച്ചിട്ട് വളരെ ബോധവാന്മാരും എല്ലാ വിഷയങ്ങളെ പറ്റിയിട്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരുമാണ് ജനങ്ങൾ. ഈ ജനങ്ങളുടെ മുൻപിൽ ഈ ഇടതുപക്ഷം വലതുപക്ഷം എന്നുള്ള രണ്ട് പക്ഷങ്ങളെ പറ്റിയിട്ട് വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിനി അങ്ങോട്ട് വോട്ട് ചെയ്യത്തുള്ളൂ. അത് മാത്രമല്ല, ഇപ്പോഴും നമ്മൾ കഴിഞ്ഞൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഇപ്പം ജനങ്ങളെ ഒരാളെ ജയിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ അയാളുടെ പെർഫോമൻസും കൂടെ വിലയിരുത്തും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പ്രേമേന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹം ഇന്ന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു പാർലമെന്റേറിയനാണ്. ഇപ്പൊ പ്രധാനമന്ത്രി പോലും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുപോയി ഭക്ഷണം മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാല് അത് നമ്മൾ ചെറുതായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. ഇപ്പൊ എതിരാളികൾ അദ്ദേഹത്തെ സംഘി എന്ന് പറഞ്ഞ ആശയങ്ങൾ പോലും അതൊരു വലിയ സംഭവം തന്നെയാണ്. പ്രേമേന്ദ്രനെ പോലെ നമ്മുടെ കൊല്ലത്തുനിന്ന് പോയ ഒരു MP ഇന്ത്യയിൽ തന്നെ എല്ലാ വിഭാഗക്കാരും അറിയപ്പെടുന്ന രീതിയിലുള്ള അത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിഗതമായ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്തൊരു ഇമേജാണ്. അത് നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. ഈ കൊല്ലം ബൈപ്പാസും പിന്നെ ഇപ്പോഴത്തെ ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ വികസനവും അത് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നത്. ഈ പിന്നെ വടക്കേ ഇന്ത്യൻ ലോബി ഇരിക്കുന്ന IAS ഇരിക്കുന്നിടത്ത് പോയി അത് നേടിയെടുക്കുക എന്നുള്ള പറഞ്ഞതും ചെറിയ കാര്യമല്ല. ഭാഷാപരമായും സ്വാധീനപരമായി അത് നേടിയെടുക്കുക എന്നുള്ളത് സംസാരിക്കാനുള്ള ഒരു കഴിവാണല്ലോ ഏറ്റവും പ്രധാന. വിഷയങ്ങളെ മനസ്സിലാക്കി പഠിക്കാനൊക്കെ ഉള്ള EPF സംബന്ധിച്ച് അത് പല ആൾക്കാരെയും ഈ EPF വിഷയവുമായിട്ട് പല MP-മാരെ സമീപിച്ചതാണ്. ഒടുവിൽ അത് ഏറ്റെടുത്ത് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ തയ്യാറായത് പ്രേമേന്ദ്രൻ മാത്രമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിലെങ്കിലും എത്തി. ഇപ്പം അതായത് ശമ്പളത്തിന് ആനുപാതികമായിട്ട് പെൻഷൻ കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് വരെ വന്നതിന്റെ ഒരു പ്രധാന കാരണം ഉത്തരവാദി അദ്ദേഹം തന്നെയാണ്. ആ വിഷയം അവിടെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതിലൊക്കെ അദ്ദേഹത്തെ ഇടപെടലെന്ന് പറയുന്നത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു. തീർച്ചയായിട്ടും നമ്മൾ കൊല്ലം മണ്ഡലത്തിനെ സംബന്ധിച്ച് നോക്കുന്നുണ്ടേ, ഞാൻ കഴിഞ്ഞ ഈ ചർച്ചയിൽ നമ്മൾ സംസാരിച്ചതാണ്. ഇപ്പം നമുക്ക് ഇവിടുന്ന് പോയിട്ടുള്ളത് ശ്രീകണ്ഠൻ നായർ, BK നായർ, കൃഷ്ണകുമാർ, പിന്നെ രാജേന്ദ്രൻ, പീതാംബരക്കുറുപ്പ്, ഇങ്ങനെ ഇത്രയും പേരെ വെച്ച് നോക്കുന്നുണ്ടേ നമുക്ക് അഭിമാനിക്കാനുള്ള വക നൽകിയിട്ടുള്ള ഒരു MP ആണ് തീർച്ചയായിട്ടും പ്രേമേന്ദ്രൻ. അപ്പോൾ ഇപ്പം കേരളത്തിൻ്റെ അസംബ്ലിക്കകത്ത് പോലും ശോഭിക്കാൻ കഴിയാഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ MLA മുകേഷ്. അതേസമയത്ത് പാർലമെന്റിനകത്ത് വെട്ടിത്തിളങ്ങുന്ന ഒരു വ്യക്തിത്വമാണ് ഈ പ്രേമേന്ദ്രൻ്റെ. ആ വ്യത്യാസം നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കാതിരിക്കും. അല്ല, അതെല്ലാം ഈ സ്വീകാര്യതയൊക്കെ വോട്ടായി മാറണം. അതാണ് ഇപ്പം UDF-നെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ UDF-ന് സംഘടനാപരമായി ഒരുപാട് ഈ പ്രധാന കക്ഷിയായ കോൺഗ്രസിൽ പോലും സംഘടനാ ദൗർബല്യങ്ങൾ ഏറെയാണ്. അപ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് പ്രേമേന്ദ്രന്റെ ഒറ്റ സ്വീകാര്യതയിൽ കൂടിയാണ് മുന്നോട്ട് പോകേണ്ടത്. മറുവശത്ത് CPM-നും LDF-നെ സംബന്ധിച്ച് എണ്ണയിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ മുകേഷിന് അങ്ങ് നിന്ന് കൊടുത്താൽ മതി. മുകേഷിന് നിന്ന് കൊടുത്താൽ പാർട്ടി കുറേ തള്ളി അങ്ങ് എത്തിച്ചോണ്ടിരിക്കും. പക്ഷെ പ്രേമേന്ദ്രൻ അങ്ങനല്ല, സ്വയം വെട്ടി മുന്നോട്ട് പോകും. പൈസ സഹിതം പ്രേമേന്ദ്രൻ കൈ തപ്പിക്കണം. ഒന്നിനും കോൺഗ്രസ്സുകാരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അല്ല, ഭരണമില്ലാത്തതുകൊണ്ട് ഇപ്പം കോൺഗ്രസ്സുകാർ പോലും പോയി. അപ്പൊ ആ അവസരത്തിൽ പിന്നെ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിയും പിന്നെ മാത്രമല്ല കോൺഗ്രസ്സുകാർക്ക് മാനസികമായിട്ടേ
ഇനിയിപ്പോൾ അവർക്കും വലിയ ഡൽഹിയിലെങ്ങും പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവർ തന്നെ പിന്നെ MP-മാരൊക്കെ മാറി ഞങ്ങൾ അസംബ്ലിയിലേക്ക് മത്സരിക്കാമെന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നില്ല. ആർക്കും തുടർന്ന് മത്സരിക്കാൻ താല്പര്യമില്ലെന്നുള്ളത് അതിനെ നിർബന്ധിച്ച് ഇപ്പോൾ ഓരോരുത്തരെ നിർത്തുകയാണ്. സിറ്റിംഗ് MP-മാർ പറഞ്ഞത് പിന്നെ സീറ്റ് ഇനി ഇവിടം വിട്ട് കഴിഞ്ഞാൽ വേറെങ്ങും സീറ്റ് കിട്ടത്തില്ല എന്നുള്ള ഉണ്ണിത്താനെ പോലുള്ള ആൾക്കാർ മാത്രമേ ഞാൻ മത്സരിക്കാമെന്നും പറഞ്ഞ് നിൽക്കുന്നുള്ളൂ. സുരേഷ് ഇനി മത്സരിക്കുന്നില്ല, മാറട്ടെ എന്നുള്ള രീതി. ചില ഇവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷമായി 2-3 പിന്നെ കേരളത്തിൽ ഒരു മന്ത്രിയാവാം. പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കേരളത്തിലെ KPCC-യിൽ ഒരു ദളിതൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിവുണ്ടെന്ന് KPCC-ക്ക്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു മോഹന രാഷ്ട്രീയക്കാരല്ല, അവർക്ക് എല്ലാവർക്കും ഓരോ മോഹങ്ങൾ കാണാതിരിക്കും. പക്ഷേ ഇതിനിടയ്ക്ക് മുകേഷ് കൊല്ലത്ത് സ്ഥാനാർത്ഥിയായപ്പം പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥിയായപ്പോൾ കൊല്ലം നിയോജകമണ്ഡലത്തിൽ പലരുടെയും മനസ്സിൽ എടുപൊട്ടിയിട്ടുണ്ട്. അതെ, അങ്ങനെ ഒരു ജയിച്ചു പോയി കഴിഞ്ഞാല് ഈ സീറ്റ് ഒഴിവ് വരും, അവിടെ ഒരു മത്സരം. നമ്മളപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ആ ഭാഗം ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട വിഷയമാണ്. ഇപ്പൊ ഈ K. രാധാകൃഷ്ണൻ മത്സരിക്കുന്നു എന്ന് പറഞ്ഞു, മുകേഷ് മത്സരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവരൊക്കെ ജയിച്ചു കഴിഞ്ഞാലേ ആ സീറ്റ് ഒഴിവരികയല്ലേ. അപ്പൊ അവിടെ വീണ്ടും ഇലക്ഷൻ നടത്തണ്ടേ? ഈ ഇലക്ഷൻ നടത്തേണ്ട പൈസ ഏതാ? സംസ്ഥാന ഖജനാവിൽ നിന്നാണ്. അത് ജനങ്ങളുടെ പൈസയാണ്. ഇവരുടെ മാത്രമല്ല, KK ശൈലജ, ജോയ്, ഇങ്ങനെ പല MLA-മാരും. അപ്പൊ അത് തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥത്തിൽ ഒരു പോരായ്മയായിട്ടേ കാണാൻ പറ്റും. അത് എല്ലാ കാലങ്ങളിലും ഉണ്ട്, നമ്മൾ ഇതൊക്കെ പറഞ്ഞെങ്കിലും ഉണ്ട്. അല്ല, ഞാൻ പറയുകയാണ് എല്ലാ കാലങ്ങളിലും നിലനിന്നു പറഞ്ഞ MLA ആയിരുന്നപ്പോഴാണല്ലോ. നമ്മളിപ്പോഴും ജനങ്ങളെ കുറെ കൂടെ തീവ്രമായിട്ട് ഈ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്ത് തുടങ്ങിയ ഒരു കാലഘട്ടം ഇതാണ്. പക്ഷെ ജനങ്ങളെ ചർച്ച ചെയ്താലും അത് നായ്ക്കൽ കുരയ്ക്കും ശാക്തവാഹ സംഘം മുന്നോട്ട് അവരങ്ങനെ അങ്ങ് പോവുകയാണ്. നമുക്ക് ഇവിടെ കിടന്ന് ഇങ്ങനെ കുരയ്ക്കാം. അത് ഈ സാമ്പത്തിക ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവരുടെ ഒന്നും കാര്യത്തിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ, പൈസക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. സ്പീക്കർക്ക് വീട്ടിലേക്ക് അതെ പുതിയ വാർത്തയാണ്. അതിനകത്ത് എന്തെല്ലാം കൂടിയ സാധനങ്ങളൊക്കെയാണ് വാങ്ങുന്നത്. എത്രയോ ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിക്ക് നീന്തൽക്കുളം എന്ന് പറയുന്നത്. കരുണാകരനും നീന്തൽക്കുളം ഉണ്ടാക്കിയപ്പോ എന്തെല്ലാം ഉണ്ടാക്കിയ ആൾക്കാരാണ്. അത് നമ്മളൊക്കെ ബഹുമാനിക്കുന്ന നായനാർ സഖാവ് തന്നെ പറഞ്ഞത്, ഞാനത് പട്ടിയെ കുളിപ്പിക്കും. അത് കരുണാകരന്റെ ചികിത്സയുടെ ഭാഗമായിട്ടായിരുന്നു. ആ സ്ഥാനത്താണ് ഇപ്പം പിന്നെ പശുത്തൊഴുത്ത്, ചാണകക്കുഴി, പിന്നെ ലിഫ്റ്റ്, നീന്തൽക്കുളം നവീകരണം. അല്ല, നമ്മൾ കൊല്ലത്തേക്ക് വന്നാലേ കൊല്ലം നമ്മൾ ഇതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊല്ലം ഇപ്പം മുകേഷിന്റെ സ്ഥാനാർത്ഥി പ്രേമേന്ദ്രന്റെ സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അതിന് പ്രത്യേക സാങ്കേതികമായ ഒരു ഇത് മതി. പക്ഷേ മുകേഷിന്റെ പേര് പോയെങ്കിലും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അതിന് സംസ്ഥാന കമ്മിറ്റിയുടെ ക്ലിയറൻസ് കിട്ടിയ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, വേറെ ഇവിടെ ആരെ സ്ഥാനാർത്ഥി ആകുമെന്ന് അതൊന്നും പറയൂ. ഇപ്പം പ്രേമേന്ദ്രൻ ഇക്വലന്റ് ആയിട്ട് ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട. കാരണം ഒരു രണ്ടാം നിര നേതൃത്വത്തെ വളർത്തിക്കൊണ്ടുവന്നില്ല. ബാലഗോപാലിനെ പോലെയുള്ള ഒരു ലെവല് പണ്ട് DYFI SFI നേതാക്കൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് കൊല്ലത്ത് അതില്ല. അപ്പൊ മുകേഷിന് പകരം അവരുടെയൊക്കെ പേരാണ് ഉയർന്നു വരേണ്ടത്. പക്ഷെ അതുപോലും ആ റേഞ്ചിലേക്ക് ആരും വരുന്നില്ല. അത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചതൊരു പോരായ്മ തന്നെയാണ്. എന്നും പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് ചിന്താ ജെറോമിന്റെ. എന്തുകൊണ്ടല്ലോ അല്ലാതെ വേറൊരു ശേഷം ഒരു കാണിക്കാൻ പേരില്ല. ഇപ്പൊ DYFI-യുടെ ഒക്കെ ഒത്തിരി നേതാക്കന്മാർ കിടപ്പുണ്ട്. അവർ ഒരു പാർലമെന്റ് മണ്ഡലം തലത്തിലേക്ക് വരെ ഉയർന്നു വന്നിട്ടില്ല. നമ്മൾ ഈ മുകേഷിനെ പറയുമ്പോൾ പോലും മുകേഷിനെ എടുത്തു വെക്കുക എന്ന് പറഞ്ഞാൽ വേറെ ആളില്ല എന്ന്. പിന്നെ പല ഈ രണ്ടാം ടൈം തന്നെ മുകേഷിന് കൊടുത്തത് അന്ന് കൊല്ലം അസംബ്ലി മണ്ഡലത്തിലേക്ക് നിർത്താൻ ഒരു സ്ഥാനാർത്ഥി ഇല്ലാഞ്ഞിട്ട് രണ്ടാം ടൈം കൊടുത്തത്. അതേ അയാളെ തന്നെ പിന്നെ വീണ്ടും പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുന്നു. ഇപ്പോഴും അവർക്ക് ആളില്ല. കോൺഗ്രസിലുള്ള ആളുണ്ട്. RSPക്ക് എന്തിനു സീറ്റ് കൊടുത്തു? പിന്നെ ആളില്ലാന്ന് പറയാൻ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് ആർക്കുണ്ട് ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറയാൻ ആരുമില്ല. ആളുണ്ട്. ഇപ്പൊ INTC ചന്ദ്രശേഖരൻ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ആളൊക്കെ ഉണ്ട്. പക്ഷെ ജയസാധ്യത നോക്കുമ്പോൾ ഒരു കോൺഗ്രസ് നേതാവിനും കൊല്ലത്ത് നിന്നാൽ ജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. എവിടത്തേക്ക്? പാർലമെന്റിലേക്ക്. കൊല്ലം പാർലമെന്റിലേക്കും ജയിക്കാൻ ചാൻസ് ഉള്ള സ്ഥാനാർത്ഥികളില്ല. യഥാർത്ഥത്തിൽ അസംബ്ലിയിലേക്കും ഇല്ല. അതാണ് കൊല്ലത്തിന്റെ. പക്ഷെ ആഗ്രഹങ്ങൾക്ക് പഞ്ഞമില്ല. ആഗ്രഹിക്കപ്പെടുന്ന ഒരുവിധം നേതാക്കന്മാർ നിപ്പുണ്ട്. ഇപ്പൊ അവരുടെ എല്ലാം മനസ്സിൽ ഒരുപാട് മനസ്സിൽ കൊല്ലം മുകേഷ് ഒരു പ്രതീക്ഷയാണ്. അതെ.
CPM-ലും കോൺഗ്രസിലുള്ള ചില ഏതാനും ചില നേതാക്കൾ ഒരു ചെറിയ പ്രതീക്ഷ മുകേഷ് അങ്ങനെ ജയിച്ചു പോയാൽ ഞങ്ങൾ കൊല്ലത്ത് മത്സരിക്കേണ്ടി വരുമല്ലോ, അതിന് പാർട്ടി ഞങ്ങളെ എങ്ങനെ രംഗത്തിറക്കുമോ എന്നുള്ളൊരു പേടി അവരിലുണ്ട്. ബിന്ദുകൃഷ്ണനെ പോലുള്ള ആൾക്കാരാണ്. കാര്യം ബിന്ദുകൃഷ്ണയ്ക്കാണ് ഏറ്റവും താല്പര്യം കൊല്ലത്ത് വീണ്ടും ഒന്ന് മത്സരിച്ച് MLA ആയാൽ കൊള്ളാമെന്ന്. അവരിപ്പോഴും വളരെ സജീവമായിട്ട് എല്ലാ പാർട്ടി പരിപാടിയിലും വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. എന്തായാലും ഈ കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് ചൂട് പിന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ അനുസരിച്ചുള്ള ചൂട് കൂടുന്നു, അതിനേക്കാൾ കൂടുതലായി അടിത്തട്ടിൽ കൊല്ലത്തെ ചൂട് കൂടി വരുവാണ്. എന്തായാലും കൊല്ലത്തിന് വേണ്ടത് നല്ലൊരു മത്സരമായിരിക്കണം. നല്ല മത്സരം, ജാതിയും മതവും വർഗവും വർണ്ണമൊന്നും പറയാതെ യഥാർത്ഥ ഒരു ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചുള്ള തിരഞ്ഞെടുപ്പ് നടക്കട്ടെ. നല്ലൊരു സ്ഥാനാർത്ഥി രംഗത്ത് വരട്ടെ, വിജയിക്കട്ടെ. അടുത്ത വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.